എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കുന്നത് കാർ സ്റ്റീരിയോ ആണ്. കാർ സ്റ്റീരിയോ എന്ന് പറഞ്ഞാൽ പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ ഓട്ടോറിക്ഷയിലും കാറിലും ജീപ്പിലും എല്ലാത്തിലും നമുക്ക് ഇങ്ങനത്തെ ഒരു കാർ സ്റ്റീരിയോ ആണ് നമ്മൾ അസംബിൾ ചെയ്തിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതെങ്ങനെ നമ്മുടെ USB പ്ലെയറായിട്ട് മാറ്റാമെന്നാണ് നമുക്ക് നോക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾന്ന് സെലക്ട് ചെയ്ത് വയ്ക്കുക. എന്നാലാണ് ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ പഴയ കാല സെറ്റ് എന്ന് പറയുന്നത് നമുക്കിതിൽ നോക്കുമ്പോൾ കാണുന്നത് വോളിയം കൺട്രോളാണ്, പിന്നെ ട്യൂൺ കൺട്രോൾ, അതായത് ബാസ് ട്രബിൾ കൺട്രോളാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇത്രയും കൺട്രോൾ മാത്രമാണ് വരാറുള്ളത്. അപ്പോൾ ഈ പെൻഡ്രൈവിൻ്റെ ബോർഡ് പിടിപ്പിച്ച സ്ഥലത്ത് നമ്മൾ കാസറ്റ് ഇടുന്ന ഭാഗമാണ്. അപ്പോൾ ആ ഒരു കാസറ്റ് ഇടുന്ന ഭാഗം നമ്മൾ ഊരി മാറിയിട്ടാണ് നമ്മളിവിടെ പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സെക്ഷൻ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ സെറ്റ് ചെയ്തെന്നുള്ള പറഞ്ഞുതരാം. നമുക്കിവിടെ നോക്കുമ്പോൾ 2 IC കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് LA4508 എന്നുള്ള IC ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ICക്ക് നല്ലൊരു പെർഫോമൻസ് ഉള്ള IC ആണ്. 4440 പോലെ തന്നെ ഒരു പെർഫോമൻസ് ഉള്ള IC തന്നെയാണിത്. അപ്പോൾ ഇത് ഒറിജിനൽ IC ആണ്. നമ്മൾ നോക്കുമ്പോൾ കാണാൻ അതിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് ഒറിജിനൽ IC വരുന്നതാണ്. അപ്പോൾ ഇതിലൊരു IC കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ IC മാറ്റിയിട്ടുണ്ടായിരുന്നു. LA4508 ഇതിൽ വരുന്ന മെയിനായിട്ടുള്ള പവർ ആംപ്ലിഫയർ ആയിട്ടുള്ള IC വരുന്നത്. വളരെ ക്വാളിറ്റിയുള്ള IC തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ വരുന്ന ICകളിലൊക്കെ നമ്മുടെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ നീഡിലുകളൊക്കെ വളരെ വലിപ്പം കുറവായിരിക്കും, വണ്ണം കുറവായിരിക്കും. പക്ഷേ പണ്ട് കാലങ്ങളിലൊക്കെ വന്നിരുന്ന ICകളൊക്കെ വളരെ ഒറിജിനലായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കോപ്പി ICകളൊക്കെ വരുന്നതുകൊണ്ട് നമുക്കതിൽ ഒറിജിനൽ നമുക്കങ്ങനെ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മളിനി നോക്കുമ്പോൾ കാണുന്നത് ഒരു ഡയോഡ് വെച്ചിട്ട് നേരെ കോയിലിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇരുമ്പിൻ്റെ കോറുള്ള കോയിൽ തന്നെയാണ്. അപ്പോൾ ഇതിൽ വെച്ചിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് ഒന്നും കൂടി ഫിൽറ്റർ ചെയ്ത് 2 കപ്പാസിറ്ററോട് കൊടുത്തിട്ടാണ് നമുക്കിവിടെ ഫിൽറ്ററിങ് വരുന്നത്. അപ്പോൾ ഇതിന് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടീൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഡീസൽ പെട്രോളൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൈ വോൾട്ടേജ് സ്പാർക്കിംഗ് ഉണ്ടാവും. അപ്പോൾ ആ ചോക്കിൽ നിന്നുള്ള ആ ഒരു സ്പാർക്കിംഗ് സൗണ്ട് നമ്മുടെ നേരെ ആംപ്ലിഫയറിലേക്ക് നേരെ വരികയും ചെയ്യും. നമ്മൾ ആക്സിലേറ്റർ കൂടുന്നതിനനുസരിച്ച് അതേപോലെ സൗണ്ട് വരും. അപ്പോൾ ആ സൗണ്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി മാത്രമായിട്ടാണ് നമുക്ക് ഈ കോയിൽ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അത് വയ്ക്കുന്നതുകൊണ്ട് ആ ഒരു സെക്ഷൻ അങ്ങനെ ഒരുവിധം ഒഴിവായി കിട്ടുന്നതാണ്. ഇപ്പോൾ വരുന്ന പുതിയ വണ്ടികളിലൊന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പഴയ കാലത്തുള്ള വണ്ടികളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ സ്പാർക്കിംഗ് സൗണ്ടൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഫിൽറ്ററാണ്. നമ്മളിതിന് കൂടാണ്ട് എക്സ്ട്രാ ഫിൽറ്ററും കൂടി നമ്മൾ കൊടുക്കാറൊക്കെ ഉണ്ട്. ഈ സൗണ്ട് ഇതിൽ ഒഴിവാകുന്നില്ലെങ്കിൽ നമ്മളിതിന് മുമ്പായിട്ട് ഒന്നും കൂടി ഒരു ഫിൽറ്ററും കൂടി കൊടുക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് മിനി ബീറ്റിയാണ്. അപ്പോൾ മിനി ബീറ്റി എന്ന് പറഞ്ഞാൽ SRCയിലൊക്കെ വളരെ വില കുറവിൽ കിട്ടിക്കൊണ്ടിരുന്ന മിനി ബീറ്റിയാണ്. നല്ല ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ 100Kൻ്റെ കൺട്രോൾ വെച്ചിട്ട് കൺട്രോൾ ചെയ്യുകയാണ്. ബാസും ട്രബിളും കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ പഴയ കാലത്തൊക്കെ നമ്മൾ കാസറ്റ് പ്ലെയറാണല്ലോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രീ സെക്ഷനാണ് ഈ കാണുന്നത്. അപ്പോൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള പ്രീ സെക്ഷനാണ്. അപ്പോൾ അതിൽ നമുക്ക് ഈ കോയിൽ വെച്ചിട്ടാണ്, അതായത് ഈ ഹെഡ് എന്ന് പറയും, ഹെഡ് വെച്ചിട്ടാണ് നമുക്ക് ഇതിൽ ലെഫ്റ്റ് റൈറ്റ് ചാനൽ നമ്മൾ ഓഡിയോ നമുക്ക് മാഗ്നറ്റിക് ഫ്ലെക്സ് ആയിട്ടുള്ള ഓഡിയോ നമുക്ക് കാസറ്റിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫ്ലെക്സ് ഇതിലൂടെ കറങ്ങി ഓടുന്നത് പിഞ്ച് റോളറിൻ്റെ സഹായത്തോടെ ഇതിലൂടെ ഒരഞ്ഞ് ഓടുകയും നമുക്ക് ആ റെക്കോർഡ് ചെയ്ത സൗണ്ടിലേക്ക് കിട്ടുകയും ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഓണാകാൻ വേണ്ടി കാസറ്റ് ഇടുമ്പോൾ ഇവിടെ ഓൺ ഓഫ് സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്കിവിടെ മോട്ടർ കാണാം. അതേപോലെ തന്നെ ഇതിൻ്റെ എജക്റ്റ് സ്വിച്ചൊക്കെയാണ് ഈ കാണുന്നത്. അതുപോലെ നമുക്ക് കാസറ്റ് ഇടുന്ന വെച്ചാൽ മെക്കാനിസം കറക്റ്റ് വർക്ക് ചെയ്യും. അപ്പോൾ സ്പ്രിങ്ങിൻ്റെയൊക്കെ സഹായത്തോടെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുന്നതോടെ മെക്കാനിസം വർക്ക് ചെയ്യും. അപ്പോൾ നമുക്കിതിൽ കാണുന്ന ബെൽറ്റ് ഇട്ടിട്ടാണ് നമുക്ക് ഇതിൻ്റെ പിഞ്ച് റോളർ കറക്കുന്നത്. അപ്പോൾ അങ്ങനെ കറങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയൊരു ബെൽറ്റോട് ഇട്ടിട്ട് വേണം കാസറ്റ് ഇപ്പുറത്തേക്ക് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ മോട്ടറിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു പ്രീസെറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്നാലാണ് നമുക്ക് സൗണ്ട് കറക്റ്റ് ടൈമിങ് കറക്റ്റായി കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി മോട്ടറിൻ്റെ ഉള്ളിൽ ചെറിയ ബോർഡ് വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സ്റ്റോപ്പ് സ്വിച്ചാണ് കാണുന്നത്. നമ്മുടെ കാസറ്റൊക്കെ ഓടിയിട്ട് സ്റ്റോപ്പ് ആവണമെങ്കിൽ ഈ സ്വിച്ചിൻ്റെ സഹായത്തോടെയാണ് സ്റ്റോപ്പ് ആവുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ സ്വിച്ച് ഓഫായി സ്റ്റോപ്പ് ആവുന്നത്. നമുക്കത് കാണാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പണ്ടത്തെ മെക്കാനിസം ഇതിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ മെക്കാനിസം കാര്യങ്ങളൊക്കെ കാണാത്ത പലരും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ മെക്കാനിസം ഇവിടെ നിന്ന് ഊരി മാറ്റിയിട്ടാണ് നമുക്ക് ഇവിടെ USB ബോർഡ് കട്ട് ചെയ്ത് കയറ്റിയിട്ടാണ് നമ്മൾ പിടിപ്പിച്ചത്. USB ബോർഡ് ഫിറ്റ് ചെയ്യാനിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മളിതിൽ ഊരിയിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മെക്കാനിസമൊക്കെ ഞാൻ കണ്ടിട്ട് കുറേ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്.
അപ്പോൾ നമ്മളിതിൽ റെഗുലേറ്റർ ഐ സി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ 12 വോൾട്ടാണ് നമ്മളിതിലേക്ക് സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ 12 വോൾട്ട് കൊടുക്കുന്നതിനിടയ്ക്ക് നമ്മൾ 2.2 ഓംസിൻ്റെ ഒരു റെസിസ്റ്ററോട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ഓവർ വോൾട്ടേജ് പോലെ എന്തെങ്കിലും ഒരു ആംപിയർ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ റെഗുലേറ്റർ ഐ സി അടിച്ചു പോകാണ്ടിരിക്കാനും, റെഗുലേറ്റർ ഐ സി അടിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ USB ബോർഡ് കംപ്ലൈൻ്റ് ആയി പോകും. അപ്പോൾ അങ്ങനെ കംപ്ലൈൻ്റ് ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെഗുലേറ്റർ ഐ സിൻ്റെ ഫസ്റ്റ് പിന്നിൽ വന്നിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് VCC ആണ്, അതായത് 12 വോൾട്ട്. സെക്കൻഡ് പിന്നെ എർത്താണ്. തേർഡ് പിന്നെ നമുക്ക് 5 വോൾട്ട് ഔട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഈ എർത്ത് കണക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് നമ്മൾ കുറച്ച് കേജ് കൂടിയ നമ്മൾ കോപ്പറിൻ്റെ ഒക്കെ വയറിട്ടിട്ട് എർത്ത് ചെയ്യണം. അതേപോലെ നമ്മൾ USB ബോർഡിൽ നിന്നുള്ള എർത്തും കാര്യങ്ങളും കറക്റ്റായിട്ട് കൊടുത്തിരിക്കണം. എന്നാലേ നമുക്ക് ആ നോയ്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടുകയുള്ളൂ. എന്നാലും നമ്മൾ സൗണ്ട് ക്ലാരിറ്റിയൊക്കെ നമുക്ക് നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. എന്നല്ലെങ്കിൽ നമ്മുടെ USB ബ്ലൂടൂത്ത് ഒക്കെ വർക്ക് ചെയ്യുന്നതിൻ്റെ സൗണ്ട് നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി നല്ലൊരു പവർഫുള്ളായിട്ടുള്ളൊരു എർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നല്ലൊരു പവർഫുള്ളായിട്ടുള്ള എർത്ത് കൊടുത്തിരിക്കണം. USB ബോർഡിൽ നിന്നും അതേപോലെ റെഗുലേറ്റർ ഐ സിയിൽ നിന്നും നമ്മുടെ പവർ ആംപ്ലിഫയറിൽ നിന്നുള്ള എർത്ത് വളരെ കറക്റ്റായിട്ട് കൊടുക്കണം. അത് നമ്മളൊരു ഗേജ് കൂടി കമ്പി ഇട്ടിട്ട് തന്നെ കൊടുക്കുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ആ നോയ്സ്, അതായത് വോൾട്ടേജിൻ്റെ എർത്തിങ്ങിൻ്റെ ഉള്ളൊരു നോയ്സ്, അതായത് പ്ലസ് വോൾട്ടേജ് കൊടുക്കുമ്പോഴുണ്ടാകുന്ന നമുക്ക് ആ എർത്തിങ്ങിൻ്റെ നോയ്സ് നമ്മുടെ ബോർഡിലേക്ക് കയറുകയും അങ്ങനെ നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് വളരെ നോയ്സ് കിട്ടും. അപ്പോൾ ആ നോയ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലാരിറ്റി കിട്ടില്ല. നമ്മൾ സൗണ്ടൊക്കെ വോളിയം കുറച്ച് വയ്ക്കുന്ന സമയത്ത്, ആംപ്ലിഫയർ വോളിയം കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് ആ നോയ്സ്, അതായത് ബ്ലൂടൂത്ത് വർക്ക് ചെയ്യുന്ന നോയ്സും പെൻഡ്രൈവിൻ്റെ റീഡിങ് സൗണ്ടൊക്കെ നേരെ ഔട്ട്പുട്ടിൽ വരും. അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി നല്ല പവർഫുള്ളായിട്ടുള്ള എർത്ത് ഇതേപോലെ നമ്മൾ ഗേജുള്ള കമ്പ്യൂട്ടർ കൊടുക്കണം. അങ്ങനെ കൊടുത്താലാണ് നമുക്ക് വളരെ ക്ലാരിറ്റിയുള്ള സൗണ്ട് ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. പണ്ട് നമ്മുടെ ഡെക്കൊക്കെ അസംബിൾ ചെയ്യുന്ന ടൈമിലൊക്കെ നമ്മൾ എർത്തിങ് കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിരുന്നു. അപ്പോൾ നമ്മൾ എർത്തും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പോലെ SMD ബോർഡുകളൊന്നല്ല വന്നിരുന്നത്. പണ്ട് അസംബിൾഡ് ആയിട്ടുള്ള 3055-ഒക്കെ ബോർഡ് വെച്ചിട്ടാണ് നമുക്ക് ആംപ്ലിഫയർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനൊക്കെ കറക്റ്റ് എർത്ത് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ബാസും ട്രബിളും ഒരു നോയ്സൊക്കെ ഒഴിവായിട്ട് നല്ല കറക്റ്റ് ക്ലാരിറ്റിയിൽ ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. അതേപോലെ അതിൻ്റെ ഒരു വോളിയൊക്കെ കിട്ടണമെങ്കിൽ എർത്തിങ് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ എർത്തിങ് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ആംപ്ലിഫയറൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ കണക്റ്റൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലസ് മൈനസ് കൊടുക്കാൻ വേണ്ടി നമ്മളിവിടെ അഡാപ്റ്ററാണ് ഉപയോഗിക്കുന്നത്. അതായത് 12 വോൾട്ടിൻ്റെ 2 ആംപിയർ അല്ലെങ്കിൽ 3 ആംപിയർ 5 ആംപിയർ ഒക്കെ ഉള്ള അഡാപ്റ്ററുകൾ നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. അപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു കണക്ടർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിൽ പിന്ന് വരുന്നതുകൊണ്ട് നമുക്ക് പിന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാവുന്നതാണ്. അപ്പോൾ ആംപ്ലിഫയർ അഡാപ്റ്റർ വെച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ SMPS ഒക്കെ ആയതുകൊണ്ട് നല്ല ക്ലാരിറ്റി സൗണ്ടൊക്കെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. നമുക്കിവിടെ 2 ഔട്ട്പുട്ട് കാണാം. 2 ഗ്രീനും ഒരു യെല്ലോയും കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊരു ബോക്സിലേക്ക് കണക്ട് ചെയ്യാം. കൂടാതെ നമുക്ക് നോക്കുമ്പോൾ ബ്ലൂടൂത്ത്, നമ്മുടെ USB ബോർഡിൽ ബ്ലൂടൂത്ത് വരുന്നുണ്ട്. ഒന്നുകൂടി നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ FM വരുന്നുണ്ട്. അതുപോലെ ആക്സ് കണക്ഷനുണ്ട്. അപ്പോൾ നമുക്കിതിൽ SD കാർഡും USB ഒക്കെ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ടുള്ളൊരു ബ്ലൂടൂത്ത് ബോർഡാണ് ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മൈക്കൊക്കെ ഔട്ട്പുട്ടൊക്കെ വരുന്ന ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ബ്ലൂടൂത്ത് ബോർഡൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ വർക്കിംഗ് കാര്യം മനസ്സിലാവുന്നതെങ്കിൽ നമുക്ക് ഹെഡ്ഫോൺ വെച്ച് നോക്കിയാലാണ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നമുക്ക് നേരെ പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ലൊരു വർക്കിംഗ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. നമുക്ക് അഡാപ്റ്ററൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നല്ല വർക്കിംഗ് ഉണ്ട്. അപ്പോൾ കൂടാതെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൺ സെലക്ട് വയ്ക്കുക. എന്നാലും ഞാനെടുത്ത ഇൻഫോർമേറ്റീവുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.